വെൽക്കം ടു ബൈനറി ബോർഡ്. സോ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഗ്രാഫ് ആൻഡ് ഗ്രാഫിൻ്റെ ഓപ്പറേഷൻസ് ഒക്കെയാണ്. സോ എന്താണ് ഗ്രാഫ് എന്ന് നോക്കാം. അപ്പോൾ ഗ്രാഫ് ജി ഈസ് എ കളക്ഷൻ ഓഫ് ടു സെറ്റ്സ് വി ആൻഡ് ഇ. അതായത് നമ്മൾ ഒരു ഗ്രാഫ് എന്ന് വെക്കുമ്പോൾ അത് വേർട്ടിസസിൻ്റെയും എഡ്ജസിൻ്റെയും കൂടി ഒരു കളക്ഷനെയാണ് നമ്മൾ ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ വേർ വി ഈസ് ദ കളക്ഷൻ ഓഫ് വേർട്ടിസസ് ആൻഡ് ഇ ഈസ് ദ കളക്ഷൻ ഓഫ് എഡ്ജസ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ഗ്രാഫ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ V1, V2, V3, V4 എന്ന് പറയുന്നതാണ് നമ്മുടെ ഗ്രാഫിൻ്റെ വേർട്ടിസസ്. എഡ്ജസ് എന്ന് പറയുമ്പോൾ ഈ വേർട്ടിസസിനെ കണക്ട് ചെയ്യുന്ന ലൈൻ, അതാണ് നമ്മൾ എഡ്ജ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ V1നെയും V2നെയും കണക്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു എഡ്ജ് ഉണ്ട്. V3 V4നെ കണക്ട് ചെയ്തിട്ടുണ്ട്, എഡ്ജ് ഉണ്ട്. V3 V1നെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു എഡ്ജ് ഉണ്ട്. V1 V2നെ കണക്ട് ചെയ്യാനുള്ള എഡ്ജ് ഉണ്ട്. ആൻഡ് V3 V2നെ കണക്ട് ചെയ്തിട്ടുള്ള എഡ്ജ് ഉണ്ട്. സോ അപ്പം ഇവിടെ ഈ ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഗ്രാഫിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേർട്ടിസസിൻ്റെയും എഡ്ജസിൻ്റെയും ഓർഡേർഡ് പെയർ ഓഫ് വേർട്ടിസസ് ആൻഡ് എഡ്ജസ് എന്നുള്ള രീതിയിലാണ് ഉപയോഗിക്കുക. then set of vertices of that graph എന്ന് പറയുമ്പോൾ ഇവിടെ V1, V2 etc. up to Vn, edges എന്ന് പറയുമ്പോൾ E1, E2 etc. up to En. then ഒരു എഡ്ജസിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഓർഡേർഡ് പെയർ ഓഫ് വേർട്ടിസസ് എന്നുള്ള രീതിയിലും റെപ്രസെൻറ്റ് ചെയ്യാം. ഇപ്പോൾ E1 എന്ന് പറയുന്ന എഡ്ജ് V1നെയും V2നെയും കണക്ട് ചെയ്തിട്ടാണെങ്കിൽ V1 V2 നമുക്ക് ജസ്റ്റ് ഓർഡേർഡ് പെയർ എന്നുള്ള രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, സോ അപ്പോൾ അതാണ് ഒരു ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ്? ഒരു നോൺ ലീനിയർ ഡേറ്റ സ്ട്രക്ചറാണ്. ജസ്റ്റ് ലൈക്ക് ട്രീ പോലെ തന്നെ ഒരു നോൺ ലീനിയർ ഡേറ്റ സ്ട്രക്ചറാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ട്രീ കാണാം. ട്രീലെന്ന് പറയുമ്പോൾ ഓരോ നോഡുകൾക്കിടയ്ക്കും അവരുടെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവും. അതായത് ഒരു റൂട്ട് അല്ലെങ്കിൽ പേരൻറ്റ് നോഡ്, ചൈൽഡ് നോഡ്, ലീഫ് നോഡ്, ഇൻറ്റേർണൽ നോഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അവരുടെ ഒരു റിലേഷൻഷിപ്പുകൾ ഉണ്ടാവും. അതായത് ഒരു നോഡ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലെഫ്റ്റ് ചൈൽഡ് ഉണ്ടാവും, റൈറ്റ് ചൈൽഡ് ഉണ്ടാവും, അങ്ങനെയൊക്കെ. പക്ഷെ ഗ്രാഫിൽ നമുക്ക് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഒന്നുമില്ല. ഓക്കെ, പക്ഷേ എല്ലാ ഗ്രാഫും എന്തുപോലെ തന്നെയാണ്, ഒരു ട്രീസ് ആണ്. പക്ഷെ എല്ലാ ട്രീയും എന്തല്ല, ഒരു ഗ്രാഫ് അല്ല. ഓക്കെ, അപ്പോൾ ഒരു ഫോർമൽ ഡെഫിനിഷൻ ഓഫ് ഗ്രാഫ് ആയിട്ട് പറയുന്നത്, ഗ്രാഫ് എന്ന് പറയുന്നത് രണ്ട് സെറ്റുകൾ ഉണ്ടാവും. സെറ്റ് ഓഫ് വേർട്ടിസസ് ഉണ്ടാവും, ദെൻ സെറ്റ് ഓഫ് എഡ്ജസ് ഉണ്ടാവും. അപ്പോൾ ആ സെറ്റ് ഓഫ് വേർട്ടിസസിൻ്റെയും സെറ്റ് ഓഫ് എഡ്ജസിൻ്റെയും കൂടെ ഒരു കളക്ഷനെയാണ് നമ്മൾ ഗ്രാഫ് എന്ന് കോമൺ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഈ വേർട്ടിസസ് എന്ന് പറയുന്ന ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആക്ച്വലി ഈ ഗ്രാഫിൽ നിങ്ങൾക്ക് ട്രീയിലെ ഒരു നോഡിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് പറയാം, ഗ്രാഫിലെ ഓരോ വേർട്ടിസസിനെയും പറയാം. ദെൻ ഈ വേർട്ടിസസിൻ്റെ ആരുമായിട്ടൊക്കെ ഇതിന് എഡ്ജ് ഉണ്ടോ അതായിരിക്കും ഈ നോഡിൻ്റെ ലിങ്ക് ആയിട്ട് നിങ്ങൾക്ക് റെപ്രസെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരിക. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഗ്രാഫിൻ്റെ തന്നെ കുറേ ടൈപ്സ് ഓഫ് ഗ്രാഫ്സ് ആണ് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതിലാദ്യത്തെ വെയ്റ്റഡ് ഗ്രാഫ്. അപ്പോൾ ഒരു ഗ്രാഫിന് നമുക്ക് വെയ്റ്റഡ് ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഇവിടെ ഓരോ എഡ്ജസിലും എന്തുണ്ടാവും, സം വെയ്റ്റ്സ് വെച്ചിട്ട് ലേബൽ ചെയ്തിട്ടുണ്ടാവും, സം വാല്യൂസ് വെച്ചിട്ട് ലേബൽ ചെയ്തിട്ടുണ്ടാവും. ഇവിടെ V1 to V4 5 ആണ്. ദാറ്റ് മീൻസ് ആ എഡ്ജിനെ 5 നമ്പർ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഡ്ജിൻ്റെ വെയ്റ്റ് ആണ് 5. ദെൻ G3 ആൻഡ് G4 എന്ന് പറയുന്നത് എന്താണ്, രണ്ട് വെയ്റ്റഡ് ഗ്രാഫുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രാഫുകൾക്ക് ഇവിടെ V1, V2, V3, V4, ഇവിടെയും V1, V2, V3, V4 ആണ്. ഓരോ ചില എഡ്ജസിന് എന്തുണ്ട്, വെയിറ്റ് ഉണ്ട്, ചിലതിന് വെയിറ്റ് ഇല്ല. അപ്പോൾ ഇവിടെ V1 to V2 ഇതിൽ വെയിറ്റ് ഇല്ലാതെയും കാണുന്നുണ്ട്. ഓക്കെ, ദെൻ എന്താണ് അഡ്ജസൻ്റ് വേർട്ടിസസ്? അപ്പോൾ ഒരു വേർട്ടെക്സ് അഡ്ജസൻ്റ് ആണെന്ന് പറയണമെങ്കിൽ ആ വേർട്ടെക്സിൽ നിന്നും അടുത്ത വേർട്ടെക്സിലേക്ക് എന്തുണ്ടാവണം, ഒരു എഡ്ജ് ഉണ്ടാവണം. അപ്പോൾ ഇവിടെ V1ഉം V2ഉം അഡ്ജസൻ്റ് ആണെന്ന് നമ്മൾ പറയുന്നത് എപ്പോഴാണ്, V1ൽ നിന്ന് V2യിലേക്കോ അല്ലെങ്കിൽ എന്താണ് നമുക്ക് ഇവിടെ തിരിച്ച് V2ൽ നിന്ന് V1ലേക്കോ ഒരു എഡ്ജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം V1 ആൻഡ് V2 ആർ അഡ്ജസൻ്റ് നോഡുകൾ എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ V1ഉം V3യും നോക്കുകയാണെങ്കിൽ V1ൽ നിന്ന് V3യിലേക്കോ അല്ലെങ്കിൽ തിരിച്ചോ ഒരു എഡ്ജ് ഇല്ല. അതുകൊണ്ട് തന്നെ V1ഉം V3യും അഡ്ജസൻ്റ് നോഡുകൾ അല്ല. സോ അപ്പം ഇതിന് അപ്പം അഡ്ജസൻ്റ് വേർട്ടിസസ് അല്ലെന്നുണ്ടെങ്കിൽ നമുക്കതിനെ നെയ്ബേഴ്സ് എന്നും പറയാറുണ്ട്. അപ്പോൾ നെയ്ബേഴ്സ് എന്നും ഉദ്ദേശിക്കുന്നത് എന്താണ്, അവർ അടുത്ത ഒരു എഡ്ജ് വെച്ചിട്ട് ആ നോഡുകൾ തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗറിൽ നോക്കുകയാണെങ്കിൽ V2 എന്ന് പറയുന്ന നോഡ് ആരുമായിട്ടൊക്കെ അഡ്ജസൻ്റ് ആണ്, V3 ആയിട്ട് അഡ്ജസൻ്റ് ആണ്, V4 ആയിട്ട് അഡ്ജസൻ്റ് ആണ്. ഓക്കെ, ദെൻ ഇനി V4 നോക്കുകയാണെങ്കിൽ അത് V1 അഡ്ജസൻ്റ് ആണ്, V2 ആയിട്ട് അഡ്ജസൻ്റ് ആണ്, ദെൻ V3 ആയിട്ട് അഡ്ജസൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതാണ് അഡ്ജസൻ്റ് നോഡുകൾ അല്ലെങ്കിൽ അഡ്ജസൻ്റ് വേർട്ടിസസ് എന്ന് പറയുന്നത്.
ദെൻ എന്താണ് സെൽഫ് ലൂപ്പ്? സെൽഫ് ലൂപ്പ് എന്ന് പറയുമ്പോൾ ഒരു എഡ്ജ് ഒരു വെർട്ടെക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ആ അതിൻ്റെ ആ എഡ്ജിൻ്റെ എൻഡ് വെർട്ടിസസും ഒറിജിനൽ വെർട്ടിസസും സെയിം നോഡ് തന്നെ ആണെങ്കിൽ നമുക്കതിനെ എന്ത് പറയാം? ഇറ്റ്സ് എ സെൽഫ് ലൂപ്പ്. അപ്പോൾ ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന എന്താണ്? ഒരു സെൽഫ് ലൂപ്പാണ്. സെൽഫ് ലൂപ്പ് എന്ന് പറയുമ്പോൾ V4ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, V4ൽ തന്നെയാണ് അത് എൻഡ് ചെയ്യുന്നത്. സോ ഇതിനെ നമ്മൾക്കൊരു സെൽഫ് ലൂപ്പ് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ലൂപ്പ് എന്ന് വിളിക്കാം. അപ്പോൾ ഇവിടെ ഒരു ഗ്രാഫിൽ ഒരു സെൽഫ് ലൂപ്പ് ഉണ്ട് നമ്മൾ V4 എന്ന് പറയുന്ന വെർട്ടെക്സിൽ. ദെൻ പാരലൽ എഡ്ജസ് എന്ന് പറയുമ്പോഴത്തേക്കും അതായത് സെയിം പെയർ ഓഫ് വേർട്ടിസസിനെ കണക്ട് ചെയ്തിട്ട് ഒന്നിലധികം എഡ്ജസ് ഉണ്ടെങ്കിൽ നമുക്ക് അവയെ എന്ത് വിളിക്കാം? പാരലൽ എഡ്ജസ് എന്ന് പറയാം. ഇവിടെ V1നെയും V2നെയും കണക്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഒരു എഡ്ജ് ഉണ്ട്. ലെറ്റ്സ് സേ ദിസ് ഈസ് E1, അങ്ങനെ ഒരു എഡ്ജ് ഉണ്ട്. ദെൻ എഗെയിൻ മറ്റൊരു എഡ്ജ് കൂടി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. V1നും V2നെയും കണക്ട് ചെയ്തിട്ടുണ്ട് E2 എന്ന് പറയാം. അപ്പോൾ E1 ആൻഡ് E2 ആർ പാരലൽ എഡ്ജസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഒരു ഗ്രാഫിൽ ഒന്നെങ്കിൽ സെൽഫ് ലൂപ്പോ അല്ലെങ്കിൽ പാരലൽ ലൂപ്പോ അല്ലെങ്കിൽ ഇത് രണ്ടുമോ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള ഗ്രാഫിനെ പറയുന്ന പേരാണ് മൾട്ടിഗ്രാഫ്. മൾട്ടിഗ്രാഫിൽ സെൽഫ് ലൂപ്പോ അല്ലെങ്കിൽ പാരലൽ ലൂപ്പോ ഉണ്ടാവും. ദെൻ സിമ്പിൾ ഗ്രാഫിൽ അല്ലെങ്കിൽ ഒരു ഗ്രാഫ് ഡൈഗ്രാഫ് അല്ലെങ്കിൽ സിമ്പിൾ ഗ്രാഫ് എന്ന് പറയണമെങ്കിൽ അതിനകത്ത് സെൽഫ് ലൂപ്പും ഉണ്ടാകാൻ പാടില്ല, പാരലൽ എഡ്ജസോ ഉണ്ടാകാൻ പാടില്ല. ഒന്നുകിൽ സെൽഫ് ലൂപ്പ് ഉണ്ടാവാൻ പാടില്ല അല്ലെങ്കിൽ പാരലൽ എഡ്ജസോ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇതിലൊന്നും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ള ഗ്രാഫുകളെയാണ് നമ്മളെന്ന് പറയുക സിമ്പിൾ ഗ്രാഫുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു G2 എന്ന് പറയുന്ന ഗ്രാഫ് നോക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ലൂപ്പ് ഇല്ല, അതുപോലെ പാരലൽ എഡ്ജസും ഇല്ല. ദെൻ അടുത്ത G6 എന്ന് പറയുന്നത് എന്താണ്? സിമ്പിൾ ഗ്രാഫാണ്, കാരണം ലൂപ്പും ഇല്ല, പാരലൽ എഡ്ജസും ഇല്ല. ദെൻ G9നും എന്താണ്? സെൽഫ് ലൂപ്പും ഇല്ല, അതുപോലെ തന്നെ പാരലൽ എഡ്ജസും ഇല്ല. സോ അപ്പം ഇവയെല്ലാം എന്താണ്? സിമ്പിൾ ഗ്രാഫുകളാണ്. ഇനി ഒന്ന് രണ്ട് എക്സാമ്പിൾസ് കാണിച്ചു തരാം. സിമ്പിൾ ഗ്രാഫ് അല്ലാത്ത ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഗ്രാഫ് എൻ്റെ നിന്ന് മിസ്റ്റേക്ക് പോയി. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്രാഫ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതെന്താണ്? ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ ഗ്രാഫ്. കാരണം എന്തുണ്ട്? അതിനകത്ത് ലൂപ്പും ഉണ്ട്, പാരലൽ എഡ്ജസും ഉണ്ട്. സോ അതുകൊണ്ട് അത് സിമ്പിൾ ഗ്രാഫ് അല്ല. ഓക്കെ, ദെൻ അടുത്ത നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടുള്ള ഒരു ഗ്രാഫാണ് കംപ്ലീറ്റ് ഗ്രാഫ്. അപ്പോൾ ഒരു ഗ്രാഫിനെ കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് പറയണമെങ്കിൽ അതിലുള്ള എല്ലാ വെർട്ടെക്സും മറ്റെല്ലാ വെർട്ടിസസുമായിട്ട് അഡ്ജസൻ്റ് ആയിരിക്കണം. സോ അപ്പോൾ നിങ്ങളുടെ ഒരു ഗ്രാഫിലെ എത്രത്തോളം വെർട്ടിസസ് ഉണ്ടോ അത് ബാക്കിയുള്ള എല്ലാ വെർട്ടിസസിലേക്കും അഡ്ജസൻ്റ് ആണെങ്കിൽ നമുക്ക് പറയാം ഇറ്റ്സ് എ കംപ്ലീറ്റ് ഗ്രാഫ്. അപ്പോൾ ഇവിടെ V1 എടുക്കുകയാണെങ്കിൽ ഇതിൽ ബാക്കി ഏതൊക്കെ നോഡുകളുണ്ട്? V2, V3, V4 അവരെല്ലാവരുമായിട്ടും അഡ്ജസൻ്റ് ആണോ എന്ന് നോക്കാം. V1 V2 ആയിട്ട് അഡ്ജസൻ്റ് ആണ്, V3 ആയിട്ട് അഡ്ജസൻ്റ് ആണ്, V4 ആയിട്ട് അഡ്ജസൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതുപോലെ V2 എടുക്കുകയാണ്. V2 ആണെങ്കിൽ V1 ആയിട്ട് ഓൾറെഡി അഡ്ജസൻ്റ് ആണ്, ദെൻ V3 ആയിട്ട് അഡ്ജസൻ്റ് ആണ്, V4 ആയിട്ട് അഡ്ജസൻ്റ് ആണ്. ദെൻ V3 എടുത്തു കഴിഞ്ഞാൽ V3 V1 ആയിട്ടുണ്ട്, V2 ആയിട്ടുണ്ട്, V4 ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ എല്ലാ നോഡുകളും നിങ്ങൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ മറ്റെല്ലാ വെർട്ടിസസുമായിട്ട് അഡ്ജസൻ്റ് ആയിരിക്കും. അങ്ങനെയുള്ള ഗ്രാഫിന് നമ്മൾ പറയുന്ന പേരാണ് കംപ്ലീറ്റ് ഗ്രാഫ്. ഓക്കെ, അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഗ്രാഫ് എന്താണെന്ന് പറഞ്ഞു. അടുത്തതായിട്ട് അസൈക്ലിക് ഗ്രാഫാണ്. സോ അസൈക്ലിക് ഗ്രാഫ് എന്ന് പറയുമ്പോൾ ആ പേര് പറയുന്നത് പോലെ ഒരു സൈക്കിൾ ഉണ്ടാവില്ല. അതായത് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു എഡ്ജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ആ എഡ്ജിലേക്ക് തന്നെ തിരിച്ചു വരാൻ പറ്റുമെന്നുണ്ടെങ്കിലാണ് നമ്മൾ അവിടെ ഒരു സൈക്കിൾ ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു പാത്ത് 1 or more എഡ്ജസ് ഉള്ള ഒരു പാത്ത് ഉണ്ടാവും. ഏത് വെർട്ടെക്സിൽ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ആ ഒരു പാത്ത് അതേ വെർട്ടെക്സിൽ തന്നെ എൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള പാത്തിനെ വിളിക്കുന്ന പേരാണ് സൈക്കിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ V1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് V1, V2, V3 എഗെയിൻ എനിക്ക് എന്ത് ചെയ്യാം? V1ലേക്ക് തന്നെ തിരിച്ചു വരാം. സോ അപ്പോൾ ഇതിലെന്തുണ്ട്? ഒരു സൈക്കിൾ ഉണ്ട്. അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ ഗ്രാഫായി G2 നോക്കുകയാണെങ്കിലും ഇപ്പം ഞാൻ V1 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് V2ലെത്തി, V2ൽ നിന്ന് എനിക്ക് V3ലേക്ക് പോകാം, V3യിൽ നിന്ന് V4ലേക്ക് പോകാം, V4ൽ നിന്ന് എഗെയിൻ എനിക്ക് V1ലേക്ക് തിരിച്ചു വരാം. അപ്പോൾ എന്താണ്? ഇവിടെ ഒരു സൈക്കിൾ ഉണ്ടെന്ന് നമുക്ക് പറയാം. സോ അപ്പം അസൈക്ലിക് ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കിൾസ് ഇല്ലാത്ത ഗ്രാഫിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? അസൈക്ലിക് ഗ്രാഫ് എന്ന് പറയുന്നത്. ഇഫ് എ ഗ്രാഫ് ഡസ് നോട്ട് ഹാവ് എനി സൈക്കിൾ ദെൻ ഇറ്റ്സ് കോൾഡ് എ
അസൈക്ലിക് ഗ്രാഫ്. അപ്പോൾ ഇവിടെ G4 എന്ന് പറയുന്ന ഒരു ഗ്രാഫ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ V1 സ്റ്റാർട്ട് ചെയ്തു, V2, പിന്നെ നമുക്ക് അവിടുന്ന് എങ്ങോട്ടേക്കും പോകാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ അവിടുത്തെ എഡ്ജ് എന്ന് പറയുന്ന V2ലേക്ക് വരുന്ന ഒരു എഡ്ജാണ്. അപ്പോൾ അവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ നിങ്ങൾക്ക് എഡ്ജ് ഇല്ല. ഓക്കെ, ദെൻ അതുപോലെ തന്നെ V3 എന്നൊരു എഡ്ജ് സ്റ്റാർട്ട് ചെയ്യുന്ന V1 നിന്ന് V2 വരെ വരാൻ പറ്റുന്നുള്ളൂ. V3യിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ പറ്റുന്നില്ല. അപ്പോൾ അത് അവിടെ എന്തില്ല, സൈക്കിളില്ല. അതുപോലെ ഈ ഒരു ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാലും ഇവിടെ ഒരു സൈക്കിൾ ഫോം ചെയ്യുന്നില്ല. സോ അങ്ങനെയുള്ള ഗ്രാഫുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുക, അസൈക്ലിക് ഗ്രാഫ്സ് എന്ന് പറയുന്നത്. ദെൻ എന്താണ് ഐസൊലേറ്റഡ് വേർട്ടെക്സ്? അപ്പോൾ ഒരു വേർട്ടെക്സ് എന്ന് പറയുന്നത് ഐസൊലേറ്റഡ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിനെ കണക്ട് ചെയ്തിട്ട് ഒരു എഡ്ജും ഉണ്ടാവരുത്. സോ ദർ ഈസ് നോ എഡ്ജ് കണക്റ്റഡ് ഫ്രം എനി അതർ വേർട്ടെക്സ് ടു ദി വേർട്ടെക്സ്. അപ്പോൾ ഇവിടെ യു എന്ന് പറയുന്ന ഒരു വേർട്ടെക്സ് നിങ്ങൾക്ക് കാണാം. ആ വേർട്ടെക്സിലേക്ക് മറ്റൊരു വേർട്ടെക്സിൽ നിന്നും ഒരു എഡ്ജ് വരുന്നില്ല. അപ്പോൾ ഇവിടെ വേർട്ടെക്സ് യു എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ആൻ ഐസൊലേറ്റഡ് വേർട്ടെക്സ് നമുക്ക് പറയാം. ദെൻ ഇനി എന്താണ് ഒരു വേർട്ടെക്സിൻ്റെ ഡിഗ്രി? ഒരു വേർട്ടെക്സിൻ്റെ ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേർട്ടെക്സിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് എഡ്ജസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ആ വേർട്ടെക്സിൻ്റെ ഡിഗ്രി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ ഇപ്പോൾ ഇവിടെ ഈ ഒരു വേർട്ടെക്സ് V1 എന്ന് പറയുന്ന വേർട്ടെക്സ് എടുക്കുകയാണെങ്കിൽ അതിലേക്ക് 3 എഡ്ജസ് നിങ്ങൾ കാണാം. അതിലേക്ക് കണക്ട് ചെയ്യുന്ന ഈ ഒരു എഡ്ജ് ഉണ്ട്, 1 2 3, അതിന് 3 എഡ്ജ് ഉണ്ട്. സോ അപ്പം ഇതിൻ്റെ ഡിഗ്രി വേർട്ടെക്സ് V1ൻ്റെ ഡിഗ്രി എന്ന് പറയുമ്പോൾ ഡിഗ്രി ഓഫ് V1 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3 ആയിരിക്കും. അപ്പോൾ അതുപോലെ മറ്റുള്ള വേർട്ടെക്സിനെ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു ഗ്രാഫ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ V3 എന്ന് പറയുന്ന ആ ഒരു വേർട്ടെക്സിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ്? അതിൽ നിന്ന് ഇങ്ങോട്ടൊരു എഡ്ജുണ്ട്, ഇങ്ങോട്ടൊരു എഡ്ജുണ്ട്. സോ അതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 2 ആയിരിക്കും. സോ അതാണ് ഡിഗ്രി ഓഫ് എ വേർട്ടെക്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മളൊരു ഡയഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റഡ് ഗ്രാഫ്, അതായത് ഈ എഡ്ജസിന് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഗ്രാഫുകളെയാണ് നമ്മൾ ഡയഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഡയഗ്രാഫ് നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ 2 ടൈപ്പ് ഓഫ് ഡിഗ്രീസ് വരും, ഇൻ ഡിഗ്രിയും വരും, ഔട്ട് ഡിഗ്രി എന്ന് വരും. അതായത് ഇൻ ഡിഗ്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേർട്ടെക്സിലേക്ക് വന്ന് എത്തിച്ചേരുന്ന, അതായത് വേർട്ടെക്സിൽ വന്ന് ടെർമിനേറ്റ് ചെയ്യുന്ന എഡ്ജസ് ഉണ്ടെങ്കിൽ അതിൻ്റെ നമ്പറിനെയാണ് നമ്മൾ ഇൻ ഡിഗ്രി എന്ന് പറയുന്നത്. ദെൻ അതിൽ നിന്നും പുറത്തേക്ക് പോകുന്ന നമ്പർ ഓഫ് എഡ്ജസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഔട്ട് ഡിഗ്രി എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഈ V1 എന്ന് പറയുന്ന വേർട്ടെക്സ് നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിലേക്ക് ഇൻ ഡിഗ്രി എന്ന് പറയുന്ന എത്ര എഡ്ജുകൾ വരുന്നുണ്ട്? അതിലേക്ക് 1 2. സോ ഇൻ ഡിഗ്രി ഓഫ് V1 എന്ന് പറയുന്നത് 2 ആണ്. ദെൻ ഇതിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ഒരു എഡ്ജേ ഉള്ളൂ. സോ ഔട്ട് ഡിഗ്രി ഓഫ് V1 എന്ന് പറയുന്നത് 1 ആണ്. സിമിലർലി നിങ്ങളിപ്പോൾ V3 നോക്കുകയാണെങ്കിൽ V3യിലേക്ക് വരുന്ന എത്രയാണ്? ഒരു എഡ്ജ് മാത്രമേ V3യിലേക്ക് വരുന്നുള്ളൂ. സോ അതുകൊണ്ട് V3യുടെ ഇൻ ഡിഗ്രി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 ആണ്. ദെൻ V3യുടെ ഔട്ട് ഡിഗ്രി എന്ന് പറയുമ്പോൾ V3യിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന എഡ്ജസ്, സോ അതെന്ന് പറയുന്നത് 1 2. സോ ഔട്ട് ഡിഗ്രി ഓഫ് V3 എന്ന് പറയുന്നത് 2 ആയിരിക്കും. സോ അതാണ് ഇൻ ഡിഗ്രി ഔട്ട് ഡിഗ്രി എന്നുള്ള ടേംസ് വെച്ചിട്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അടുത്തൊരു ടേം എന്ന് പറയുന്നത് വാട്ട് ഈസ് എ പെൻഡന്റ് വേർട്ടെക്സ്. അപ്പോൾ ഒരു വേർട്ടെക്സിനെ പെൻഡന്റ് വേർട്ടെക്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇൻ ഡിഗ്രി എന്തായിരിക്കും? 1. ഇൻ ഡിഗ്രി എന്ന് പറയുമ്പം അതിലേക്ക് വരുന്ന വേർട്ടെക്സുകളുടെ എഡ്ജസിൻ്റെ എണ്ണം. ഔട്ട് ഡിഗ്രി എന്തായിരിക്കും? 0. അതിൽ നിന്നൊന്നും പുറത്തേക്ക് പോകുന്നില്ല, അതിലേക്ക് ഒരെണ്ണം മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു V ഡാഷ് എന്ന് പറയുന്നതിൻ്റെ ഇൻ ഡിഗ്രി എന്ന് പറയുന്നത് ഇതിലേക്ക് ഒരു എഡ്ജ് വരുന്നുണ്ട് അല്ലേ? സോ ഇതിലേക്ക് ഒരു എഡ്ജ് വരുന്നുണ്ട്. അപ്പോൾ ആ എഡ്ജ് വരുന്നത് അതുകൊണ്ട് അതിൻ്റെ ഇൻ ഡിഗ്രി 1 ആണ്. അതിൽ നിന്നും പുറത്തേക്കൊന്നും പോകുന്നില്ല, അതുകൊണ്ട് അതിൻ്റെ ഔട്ട് ഡിഗ്രി എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതുപോലെ നിങ്ങൾ ഈ ഒരു ഗ്രാഫ് നോക്കുകയാണെങ്കിൽ V4 V5 V6 V7 ഈ ഓരോ വേർട്ടെക്സുകൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഇൻ ഡിഗ്രി 1 ആണ്, ഔട്ട് ഡിഗ്രി 0 ആണ്. സോ ദേ ഓൾ ആർ പെൻഡന്റ് വേർട്ടെക്സുകൾ എന്ന് പറയാം. ഓക്കെ, ഇതിന് അടുത്തൊരു ടേമാണ് കണക്റ്റഡ് ഗ്രാഫ്. സോ ഈ ഒരു ഗ്രാഫിൽ കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറയണമെങ്കിൽ അപ്പോൾ അതിൽ എല്ലാ പെയർ ഓഫ് വേർട്ടിസസ് എടുത്തു കഴിഞ്ഞാലും, അതായത് ഒരു ഗ്രാഫിലെന്ന് പറഞ്ഞാൽ നമുക്കറിയാം കുറേ വേർട്ടിസസ് ഉണ്ടാവും, എഡ്ജസ് ഉണ്ടാവും. അപ്പോൾ അതിൽ ഏതൊരു പെയർ ഓഫ് വെർട്ടിസസ് എടുത്താലും അവിടെ ഒരു പാത്ത് എക്സിസ്റ്റ് ചെയ്യുന്നെങ്കിൽ ഇറ്റ്സ് കോൾഡ് ആസ് എ കണക്റ്റഡ് ഗ്രാഫ്. ഓക്കെ, അപ്പോൾ ഒരു കണക്റ്റഡ് ഗ്രാഫിൽ അവിടെ എല്ലാ പെയർ ഓഫ് വേർട്ടിസസിൻ്റെ ഇടയ്ക്ക് എന്തുണ്ടാവും? ഒരു പാത്ത് ഉണ്ടാവും.